ശ്രീ ഫക്രുദ്ദീൻ, ഈ കോൺഗ്രസ്സുകാർ എന്തായാലും തമ്മിൽ പിരിയുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. മുഖ്യമന്ത്രിയെ ചൊല്ലിയാണിപ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലുശ്ശേരി ഞങ്ങളുടെ നാട്ടിൽ ഒരു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഹൗസുണ്ട്. കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം മറന്നു രാമേന്ദ്രൻ നായരുണ്ടായിരുന്നു. ഒരു ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിൽ മനസ്സിലായി ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ്. നമ്മളൊക്കെ നേതാവായിരുന്നു. നമ്മളൊക്കെ ഐ ഗ്രൂപ്പായിരുന്നല്ലോ പണ്ട്. നമ്മളെ വീട്ടിൽ കുട്ടിക്കാലത്ത് ഇവരൊക്കെ വരും. അതേപോലെ ഞാൻ മാഷോ അതെങ്ങനെ CPM കണ്ട ഒരൊറ്റക്കെട്ടല്ല നമ്മളിങ്ങനെ ഗ്രൂപ്പ് കളിച്ച് നശിക്കുന്നത് ശരിയാണോ മാഷോ നിനക്ക് അതുകൊണ്ടാത്തോണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ ഏറ്റവും വലിയ പക്ഷേ ഇവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഇന്നോവയും വെള്ള ഇന്നോവയും വീടും നല്ല കഥൻ്റെ 10 കോടി ഷർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. 10 ജോഡി ഷർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവർക്ക് ഇപ്പോഴും റിയാലിറ്റി മനസ്സിലായിട്ടില്ല. ഇവർ ജയിക്കുന്ന അടുത്ത ഇലക്ഷന് കൂളായിട്ട് അധികാരത്തിൽ ചെയ്തതാണ്. അങ്ങനെ ഒരു വിചാരിക്കാത്ത ആൾ സതീശൻ മാത്രമാണ്. ഈ അവർ മുമ്പ് വിചാരിച്ചിരുന്ന ലീഡർ ഉണ്ടാക്കി വെച്ച ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അത് ബേസിക്കലി ഒരു ആൻറ്റി ഹിന്ദു സെൻറ്റിമെൻറ്റിൻ്റെ പുറത്തുണ്ടായിരുന്നു. നിലക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു അല്ലെ ആൻറ്റി ഹിന്ദുത്വ ഒരു വേവ് ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ നിലക്കൽ സമരത്തിൻ്റെ സമയത്ത് അത് ലീഡർ എടുത്ത നിലപാട് ഫൈനലി ഹിന്ദുസിന് അനുകൂലമാണെങ്കിൽ പോലും അത് പലപ്പോഴും ലീഡർ അങ്ങനെ എടുത്തത് ഈ BJPക്ക് RSS നടത്തിയ സമരം കൊണ്ടാണ്. സ്വാമി ഉണ്ടായിരുന്ന സത്യാനന്ദ സരസ് സ്വാമി ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹമാണല്ലോ ചെങ്കോട്ടാവില് അദ്ദേഹമാണല്ലോ സമരം നടത്തി. അതുകൊണ്ടാണ് എന്നാണ് പൊതുവെ ഒരു പറച്ചിൽ. എനിക്കറിയില്ല അതിൻ്റെ റിയാലിറ്റി എന്താ. ഏതാണ് അന്നൊരു ഹിന്ദു വിരുദ്ധ വികാരമുണ്ട്. ഹിന്ദു അല്ലെ ഹിന്ദുത്വ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനികളുടെ ബേസിക്കലി നിലക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് ആ കുരിശ് കണ്ടെത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിന് ക്രിസ്ത്യൻസും വേണം ഹിന്ദുസും വേണം. പക്ഷേ ഹിന്ദുസ് തന്നെ ഏറ്റവും വലിയ വിഭാഗമായിട്ടുള്ള 7 പേര് CPMൻ്റെ കൂടെയാണ്. CPMൻ്റെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഹിന്ദുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റില്ല. അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നിലക്കൽ സമരം കൊണ്ട് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഈ മീനാക്ഷി കൊടുത്താൽ പറ്റുന്ന കൺവേർഷനായിട്ട് ബന്ധപ്പെട്ട് വലിയ കലാപം നടന്നില്ലായിരുന്നു. ഓമല്ലേ തമിഴ്നാട്ടിൽ. അതിനുശേഷം മുസ്ലിംസ് മാസ് കൺവേർഷന് പോയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിംസിൻ്റെ ഇടയിലും ഒക്കെ ഒരു ഹിന്ദുത്വ വിരുദ്ധ ഒരു പേടിയോ വികാരം ഉണ്ടായിരുന്നു. അതിൻ്റെ സത്യത്തിൽ ഇതാണ് സത്യത്തിൽ എന്ത് സംഭവിച്ചത്. UDF ഉണ്ടാക്കിയത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF സിമെൻറ്റ് ചെയ്ത് ഇതാണ് ഹിന്ദുത്വ വിരുദ്ധ വികാരമാണ്. എന്നാൽ അപ്പുറത്ത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഹൈന്ദവ സമുദായത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യ അനുമതി നോക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയും പരമ്പരാഗതമായിട്ട് ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നായർ കമ്മ്യൂണിറ്റി UDFൻ്റെ കൂടെ വന്നു. അല്ലെങ്കിൽ സവർണ്ണ വിഭാഗം നമുക്ക് ചുരുക്കി പറയാം. അത് ലീഡർ ആ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. അപ്പുറത്ത് ക്രിസ്ത്യൻസിൻ്റെ നേതാവായിട്ട് ഉമ്മൻചാണ്ടി. ആൻ്റണി ആരാന്ന് എനിക്കറിയില്ല. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണല്ലോ. സഭ അംഗീകരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഉമ്മൻചാണ്ടി അംഗീകരിക്കണം. ആൻ്റണി അതുപോലെ മാണി സാവ് ഇവരൊക്കെ അപ്പുറത്ത് വരും. മാണി സാവ് ആദ്യം LDFലാണെങ്കിൽ പോലും മാണി സാവ് അധികം താമസിക്കാതെ ഇങ്ങോട്ട് വന്നു. കരുണാകരൻ അത് ചക്കിട്ട് പിടിച്ചാലും കെണിപ്പെടുത്തി പിടിച്ചു. അപ്പുറത്ത് മുസ്ലിം ലീഗ് നിന്നു. അപ്പോൾ നമ്മൾ നോക്കുക അപ്പുറത്തൊരു ഹിന്ദുത്വ പാർട്ടി അല്ല കേട്ടോ, ഹിന്ദു പാർട്ടിയായിട്ട് CPM നിൽക്കുന്നു. CPMൻ്റെ മന്ത്രിസഭയൊക്കെ എടുത്തൊക്കെ മഹാഭൂരിപക്ഷം മന്ത്രിമാരും ഹിന്ദുസായിരിക്കും. അതിൽ തന്നെ ഈഴവാസിന് ശക്തമായ സാന്നിധ്യം ഉണ്ടാവും. കോൺഗ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം മന്ത്രിമാർ ഹിന്ദുക്കളായിരിക്കും. അതിൽ നായസിന് ശക്തമായ സാന്നിധ്യം ഉണ്ടാവും. ഈഴവർ 1-2 ഉണ്ടാവുള്ളൂ. ക്രിസ്ത്യൻസിന് ശക്തമായ സാന്നിധ്യം ഉണ്ടാവും. ലീഗിന് 4 മന്ത്രിമാരുണ്ടാവും. കോൺഗ്രസ്സിന് ഒരു മുസ്ലിം മന്ത്രി ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ കാര്യം. അപ്പം ഈ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധം എന്ന് പറയും ഒരു വികാരം. അത് ഒരു 2010 കരുണാകരൻ പോയതോടുകൂടി തന്നെ അത് ഏതാണ്ട് ഡിസോറിയൻറ്റഡായി. രണ്ടാമത് ഉമ്മൻചാണ്ടി സാധനം കൂടി പോയതോടുകൂടി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ആ സമയത്ത് എന്ത് ചെയ്തു, മുസ്ലിംസ് ഒരു സാമ്പത്തിക ശക്തിയെ കേരളത്തിൽ എമേർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് ക്രിസ്ത്യൻ മനസ്സിലുണ്ടാക്കിയൊരു ആദ്യം ഉണ്ടായിരുന്നു. സാമ്പത്തിക ശക്തിയെ എമേർജ് ചെയ്തതല്ല അവരുടെ പ്രശ്നം.
അവിടെ അത് രണ്ടാമതേ വരുന്നുള്ളൂ. മറിച്ച് ഈ പറയുന്നത് പോലെ ഈ ചില ജിഹാദുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലരുണ്ടാക്കിയ പ്രൊപ്പഗാൻഡ ഉണ്ടല്ലോ, നാക്കോട്ടി ജിഹാദ്, ലവ് ജിഹാദ്, ഇതിൽ യാഥാർത്ഥ്യത്തിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ഇതൊരു പേടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പേടി ഉണ്ടാക്കി മാത്രം. രണ്ടാമത്, മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിനിമ പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ്സുകാരക്കാരെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അത് പ്രധാന സിറിയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരൊക്കെ തന്നെ കേരളത്തിന് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം കേരളത്തെ മുസ്ലിംസ് കാരണം നല്ല ഷിഫ്റ്റ് ചെയ്ത്. ഇവിടുത്തെ കറണ്ടില്ല, ഇവിടുത്തെ തൊഴിൽ തർക്കങ്ങൾ. അപ്പോൾ ഇവരെല്ലാം തമിഴ്നാട്ടിലാണ് മെയിൻ പ്രൊഡക്ഷൻ മൊത്തം. തമിഴ്നാട് ഉത്തരേന്ത്യയിലാണ്. മുത്തൂറ്റൊക്കെ നാഷണൽ ഗ്രൂപ്പായിട്ട് വളർന്നു. ഈ സ്ഥലത്ത് എന്ത് ചെയ്തു, ഗൾഫ് പോയി കഷ്ടപ്പെട്ട് പോയ മുസ്ലിംസ് ഇവിടെ വരിക, അവർ കുറേ ബിസിനസ്സുകൾ തുടങ്ങി. അന്നേരത്തെ ഫുഡ് ഈ ബിസിനസ്സിലാണ് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ വിസിബിളായിട്ടുള്ളത്. നല്ല ഫുഡ് ഉണ്ടാക്കുകയും കഴിയും. വെറൈറ്റി ഫുഡ് മുസ്ലിംസിനുണ്ട്, എസ്പെഷ്യലി മലബാറിൽ. അത് നന്നായി സെർവ് ചെയ്യുകയൊക്കെ ചെയ്തോട് കൂടിയിട്ട് അത് പെട്ടെന്ന് വളർന്നു. അപ്പം മുസ്ലിംസിൻ്റെ വിസിബിലിറ്റി അങ്ങോട്ട് കൂടി. രണ്ടാമത്തത്, മുമ്പ് നമ്മളിവിടെ മുതലാളിമാരെന്ന പ്രധാനമായും ക്രിസ്ത്യൻ മുതലാളിമാരായിരുന്നു. പിന്നെ രവി പിള്ളയൊക്കെ പോലെ നായ കമ്മ്യൂണിറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും അങ്ങനെ വിസിബിളായിട്ട് വരില്ല. ഇപ്പം കോഴിക്കോട് കൽപ്പക, KTC ഉണ്ടെങ്കിൽ പോലും അവരൊന്നും അങ്ങനെ ഒരുപാട് വിസിബിലിറ്റിക്ക് നിൽക്കുന്ന ആളുകൾ ക്രിസ്ത്യൻസ് ആയിരുന്നു പ്രധാനമായും. മുതലാളിമാരെ മൊത്തം തൃശ്ശൂരും കോട്ടയത്തൊക്കെയുള്ള ക്രിസ്ത്യൻസ് ആയിരുന്നു എറണാകുളത്ത്. ആ സമയത്ത് യൂസഫ് അലി സാറിനെ പോലുള്ള ഗൾഫ മുഹമ്മദ് അലി ഇങ്ങനെയുള്ള ആളുകൾ വരും. അപ്പം സത്യത്തിൽ ക്രിസ്ത്യൻ ബിസിനസ്സുകാർ ഇപ്പോൾ അടുത്ത ഘട്ടം അവർ അമേരിക്കയിലൊക്കെ തന്നെ വലിയ സെറ്റിൽഡാണ്. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട അവിടെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനിടയിൽ പോപ്പുലേഷൻ കുറഞ്ഞു. പോപ്പുലേഷൻ കുറഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ ഈ ജനസംഖ്യ നിയന്ത്രണമൊക്കെ ആദ്യം കൊണ്ടുവന്നുണ്ട്. മുസ്ലിംസ് വൈകിയാണ് കൊണ്ടുവന്നത്. ഇപ്പം മുസ്ലിംസിനിടയിൽ കുറയുന്നുണ്ട്. പക്ഷേ മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ കൂടി ഇൻ ബിറ്റ്വീൻ കൂടി. മാത്രമല്ല ഈ മൈഗ്രേഷൻ നേഴ്സുമാരൊക്കെ ആയി പുറത്ത് പോയിട്ടുള്ള ക്രിസ്ത്യൻ പെമ്പിളരും ആണുങ്ങളൊന്നും തിരിച്ചു വരുന്നില്ല. അവർ പോകുന്നത് വെസ്റ്റേൺ കൺട്രീസിലേക്കാണ്. ദേ ആർ വെരി ഹാപ്പി ദർ. മാത്രമല്ല അത് ക്രിസ്ത്യൻ രാജ്യം കൂടിയാണ് ഇതെല്ലാം തന്നെ. പക്ഷേ മുസ്ലിംസ് അധികം പോകുന്നത് ഗൾഫിലേക്കാണ്. അവന്മാർ പിന്നെ പൗരത്വം കൊടുക്കുകയല്ല. അറബീനോട് നമ്മൾ മുസ്ലിം ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോയ ആറാമി എന്ന് പറയും. പണിയെടുപ്പിക്കുന്നല്ലാതെ. അപ്പോൾ അവരിവിടെ മുസ്ലിംസ് വേറെ ആയില്ല. അവരിവിടെ നിന്ന് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യും. മറ്റേ അങ്ങനെയല്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഒന്ന് മൈഗ്രേഷൻ കൊണ്ട്, രണ്ട് ജനസംഖ്യ നിയന്ത്രണം കൊണ്ടും കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ ജനസംഖ്യ ആനുപാതികമായിട്ട് പുനർനിർവചിച്ചപ്പോൾ മലപ്പുറത്ത് സീറ്റ് കൂടി, സെൻട്രൽ ട്രാവൻകൂറിൽ സീറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യൻസിന് വല്ല. അതോടുകൂടി ഇത് മാത്രമല്ല, ക്രിസ്ത്യൻസിൻ്റെ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്തിരുന്ന പ്രധാന നേതാക്കന്മാരുണ്ട്. ഓരോ സഭകളെയും അല്ലെങ്കിൽ പൊതുവായിട്ട് കത്തോലിക്ക സഭയെ റെപ്രസെൻ്റ് മാണി സാവ്, ഓർത്തഡോക്സ് സഭക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാവ്, അതുപോലെ പിന്നെ യാക്കോബായ സാഹ TM ജേക്കബ്, ഇവരൊക്കെ മരിച്ചുപോയി. ഇവർക്ക് പകരം വന്ന ആളുകൾ ഇപ്പം ജോസ് കെ മാണി ആണെങ്കിലും ചാണ്ടിയുമ്മനാണെങ്കിലും അനൂപാണെങ്കിലും ഇവർക്കൊന്നും അച്ഛന്മാരുടെ കരിഷ്മയില്ല. ഇവിടെ അച്ഛന്മാർ ഭയങ്കര സംഭവങ്ങളായിരുന്നല്ലോ. മാണിസാദാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും പിന്നെ ആരാണ് ജേക്കബാണ്. ജേക്കബ് അദ്ദേഹം സംസാരിക്കില്ലെങ്കിൽ പോലും ഹി വാസ് വെരി കരിഷ്മാറ്റിക്. പിന്നെ AK ആൻ്റണി നമുക്കറിയില്ല എന്താണ്. AK ആൻ്റണി മോനെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം ഇത് അങ്ങനെ ഒരു 30 വർഷം കഴിഞ്ഞപ്പം ഈ ആൻറ്റി ഹിന്ദുത്വ വികാരം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആൻറ്റി മുസ്ലിം വികാരമായി മാറി. അല്ല, ആൻറ്റി മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞത് ആൻറ്റി ഇസ്ലാമിസ്റ്റ് വികാരമായി മാറി. ഈ ആൻറ്റി ഇസ്ലാമിസ്റ്റ് വികാരത്തിൽ നായന്മാർ ഇതിൻ്റെ ഭാഗമല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് അന്നും പിന്നെ ആൻറ്റി ഹിന്ദുത്വ പോളിസിൻ്റെ സമയത്ത് നായർ ഹിന്ദു ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഹിന്ദുവായി നിൽക്കുന്ന നായർക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി LDFനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു പങ്ക്. BJPയിലേക്ക് നല്ല രീതിയിൽ ആഭിമുഖ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനൊക്കെ അതൊരു വലിയൊരു പങ്കാണ്. സുരേഷ് ഗോപിയുടെ കരിഷ്മ ഉണ്ടെങ്കിൽ പോലും ഇതൊരു വലിയൊരു പങ്കാണ്. പല മേഖലകളും നിങ്ങൾക്ക്, അതായത് ക്രിസ്ത്യൻ മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വോട്ടുകൾ മാറിയിട്ടുണ്ട്. ഇത് നിയമസഭാ ഇലക്ഷന് കൂടാൻ സാധ്യതയുണ്ട്. ഇത് തിരിച്ചു പിടിക്കണം. മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെ എന്ത് സംഭവിച്ചു? മുസ്ലിംസ് ആണല്ലോ ഇവരുടെ വേറെ വോട്ട് ബാങ്ക്. അവിടെ CPMനോട് BJP ഹിന്ദുത്വ മൂവ്മെൻറ്റിനോടുള്ള ശക്തമായ റെസിസ്റ്റൻസ് കുറച്ചെങ്കിലും കാഴ്ചവെക്കുന്നത് CPM എന്നുള്ള തോന്നൽ യുവാക്കൾക്കിടയിൽ CPMനോട് ആഭിമുഖ്യമുണ്ട്. അപ്പോൾ അവിടെ അവരുടെ വോട്ട് കുറയുന്നു. പിന്നെ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗ്രാജ്വലി പിന്നെ എങ്ങോട്ട് പോകുന്നു, കുറച്ച് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത്. അത് പക്ഷേ സാച്ചുറേഷൻ പോലില്ല. ഇനി BJPക്ക് ഒരു 10 സീറ്റൊക്കെ കേരളത്തിൽ നിങ്ങൾ നായരാണ്, അങ്ങനെ അറിയില്ല, 10 സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഷിഫ്റ്റിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റി പൊതുവേ പക്ഷേ 2026 അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അല്ല, സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നായർ കമ്മ്യൂണിറ്റി പൊതുവെ കേരളത്തിൽ ഏറ്റവും സെക്യുലർ കമ്മ്യൂണിറ്റി നായർ കമ്മ്യൂണിറ്റി. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അപ്പുറത്ത് ഹിന്ദു പാർട്ടിയായിട്ട് CPMഉം ആൻറ്റി ഹിന്ദുത്വ വികാരം ഉണ്ടാക്കിയിട്ട് UDF ഉണ്ടായ സമയത്തും
ഈ പറയുന്ന UDFിൻ്റെ കൂടെയാണ് നായർ കമ്മ്യൂണിറ്റി പൊതുവേ നിന്നിട്ടുള്ളത്. ഇപ്പോഴും ആണെങ്കിലും നായർ കമ്മ്യൂണിറ്റിൻ്റെ വോട്ട് നല്ലൊരു പങ്ക് കോൺഗ്രസിന് തന്നെയാണ് പോകുന്നത്. അത് BJPക്കും അല്ല, ഈ പറയുന്ന മറ്റ് എലിമെൻസിനും അല്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വാസം നേടിയെടുക്കണം. ന്യൂ ജനറേഷൻ്റെ ഇടയിൽ ഒരു ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻ ഉണ്ട്. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ജനങ്ങൾ വിഷയം അങ്ങനെയുള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതാണ്. കാരണം പല വോയിസിലും ഒറ്റ വോയിസേ ഉള്ളൂ. മറ്റേത് കോൺഗ്രസ് 4 വോയിസല്ല. ഇപ്പം മുഖ്യമന്ത്രി ആയില്ല, അന്നത്തെ 4 വോയിസാണ്. അപ്പോൾ ഈ വിശ്വാസത മറികടന്നുകൊണ്ട് ഞങ്ങൾ കേപ്പബിൾ ആണെന്ന് തെളിയിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെളിയിക്കുന്നതിന് പകരം മലപ്പുറക്കാരൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എന്തോന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.